അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്, സഹോദരങ്ങളെ, ഖിലാഫത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ നേരത്തെ പരാമർശിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഖലീഫയായി സ്ഥാനമേൽക്കുന്നത് വരെയുള്ള ചരിത്രം നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായ സൈനിക മുന്നേറ്റങ്ങളിലെ രാഷ്ട്ര വികസനവും അതേപോലെ തന്നെ പ്രധാനമായിട്ട് അദ്ദേഹം നേടിയ ചില നേട്ടങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറയേണ്ട, ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത്, അല്ലെങ്കിൽ നിരവധി പ്രദേശങ്ങൾ മുസ്ലിങ്ങളുടെ അധീനതയിലേക്ക് വന്നതെല്ലാം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു. സാന്ദർഭികമായിട്ട് നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കിണറ്റിൽ നിന്നും കോരുന്നത് പോലെ മറ്റൊരാളും കോരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകന്റെ ആ വചനം നമ്മൾ സാന്ദർഭികമായിട്ട് ഓർക്കുക. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായ ആ സൈനിക മുന്നേറ്റങ്ങൾ അത് അതേ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യത്തെ 6 വർഷങ്ങളിലും തുടരുകയാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ 10 വർഷവും പിന്നീട് തുടർന്ന് വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യ വർഷവുമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മറ്റ് പ്രദേശങ്ങളിലേക്കെല്ലാം വ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ മുസ്ലിങ്ങൾ കീഴടക്കിയത് ഈ ഒരു 16 വർഷ കാലഘട്ടത്തിലാണ്. അത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. കാരണം 14 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാം നിരവധി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അപ്പൊ നമ്മൾ പിന്നീടുള്ള കാലത്ത് മുസ്ലിങ്ങൾ സൈനിക ബലത്തിലും അല്ലെങ്കിൽ ആയുധശേഷിയിലെല്ലാം ഒരുപാട് മുസ്ലിങ്ങൾ ശക്തി പ്രാപിച്ചു. ഇപ്പോൾ 15ഉം 16 നൂറ്റാണ്ടുകളെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ ഉസ്മാനി ഖലീഫമാര് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായിരുന്നു. യൂറോപ്യൻ ചരിത്രകാരന്മാർ തന്നെ അവരെ ഗൺ പൗഡർ പവേഴ്സ് എന്നായിരുന്നു വിളിച്ചത്. അതായത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ബലത്തിലും അല്ലെങ്കിൽ ഏറ്റവും നല്ല ടെക്നോളജികളെല്ലാം അന്ന് മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും പിന്നീട് ആർക്കും എണ്ണത്തിൽ വളരെ കുറവുള്ള, അതായത് വേണ്ടത്ര യുദ്ധ പരിശീലനം പോലും ലഭിക്കാത്ത, അല്ലെങ്കിൽ ടെക്നോളജി പോയിട്ട് വേണ്ടത്ര ആയുധം പോലും ഇല്ലാത്ത ആ സ്വഹാബത്തിന് സാധിച്ചത് അവരുടെ പിന്നീട് വന്ന മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. നമ്മൾ മതത്തെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ളൊരു തലത്തിൽ അതിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ഒരു മഹാത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്വഹാബത്തിന് ഇത് സാധിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെക്നോളജി അവരുടെ ഈമാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഈമാന് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം അവർ കീഴടക്കാനുള്ള കാരണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വലിയ പ്രവചനത്തിന്റെ പുലർച്ച കൂടെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും കാലം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തൊന്നും കാര്യമായിട്ടുള്ള ഇസ്ലാമിന്റെ വ്യാപനം നമ്മൾ കാണുന്നില്ല. അതേപോലെ തന്നെ പിന്നീട് തുടർന്ന് വന്ന ഉമവികളുടെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുണ്ടാകുന്ന ഒരു നേട്ടം ഇപ്പോൾ നമുക്കറിയാം. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ അവർ അന്തലൂസ് കീഴടക്കി. നോർത്ത് ആഫ്രിക്കൻ പ്രവിശ്യയായിരുന്ന സ്പെയിൻ അവർ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് പിന്നീട് കാര്യമായിട്ടുള്ളൊരു നേട്ടം. അത് കഴിഞ്ഞ് പിന്നീട് അബ്ബാസികളുടെ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള യാതൊരു മുന്നേറ്റവും നടത്തുന്നില്ല. പിന്നീട് ഒരു വലിയ മുന്നേറ്റം നമ്മൾ കാണുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന ഉസ്മാനികളുടെ കാലഘട്ടത്താണ്. ഉസ്മാനി ഖലീഫ് അല്ലെങ്കിൽ ഓട്ടോമൻ ഖലീഫമാരുടെ കാലത്താണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വലിയ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് AD 1453 ഉസ്മാനികൾ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബുൾ അവർ കീഴടക്കുകയുണ്ടായി. അപ്പൊ ചരിത്രത്തിൽ ഭൗതികമായിട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ എല്ലാം ഉണ്ടായിട്ടും സ്വഹാബത്തിന് സാധിച്ചത് മറ്റാർക്കും സാധിക്കാത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സ്വഹാബികളായിട്ടുള്ള ആളുകൾ അവര് ഭൗതികമായിട്ട് നേടിയ വിജയങ്ങളുടെ എല്ലാം കാരണം ആത്മീയമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം പേർഷ്യൻ സാമ്രാജ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വന്നിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനം നമ്മൾ നേരത്തെ വിശദീകരിക്കേണ്ടായി. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, പേർഷ്യ എന്ന് വെച്ചാൽ അത് ഒരു രാജാവിന്റെ കീഴിലുള്ള നിരവധി പ്രവിശ്യകളാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനമന്ത്രിയും പിന്നീട് നിരവധി സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രിമാരും പോലെയുള്ള ഇതേ രൂപത്തിലായിരുന്നു ആ സാമ്രാജ്യം നിലനിന്നിരുന്നത്.
അപ്പൊ തലസ്ഥാനവും തലവനൊക്കെ പോയതോടുകൂടെ ഈ നിരവധി പ്രവിശ്യകളിലുള്ള ചെറിയ രാജാക്കന്മാരെല്ലാം അവർ തങ്ങളുടെ ആ ഒരു പ്രവിശ്യകളെല്ലാം സ്വതന്ത്ര ഭരണകൂടമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരം പ്രവണതകളെല്ലാം വളരെ സമർത്ഥമായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അടിച്ചൊതുക്കുകയുണ്ടായി. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പേർഷ്യൻ പതനം വിശദീകരിച്ച സന്ദർഭത്തിൽ പേർഷ്യൻ രാജാവായിരുന്ന യസ്ദജർജ് അദ്ദേഹത്തിന്റെ ആ ദാരുണമായിട്ടുള്ള മരണം സംഭവിക്കുന്നതെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടെ ആവർത്തിക്കണം. അതായത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയായിരുന്ന യസ്ദജർജ് അദ്ദേഹം അവസാനം അധികാരമെല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവസാനം അദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ഗ്രാമത്തിൽ ഒരു മരം മില്ലുകാരന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അവസാനം ഈ മരം മില്ലുകാരൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ വധിക്കുന്നു. വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പെട്ടി തുറന്നു നോക്കിയ സന്ദർഭത്തിൽ അതിലുള്ള കിരീടവും എഴുത്തെല്ലാം കണ്ടപ്പോഴാണ് താൻ വധിച്ചിരുന്നത് പേർഷ്യൻ ചക്രവർത്തിയായ യസ്ദജർജിനെയാണെന്ന് അദ്ദേഹം ആ സന്ദർഭത്തിലാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ദാരുണമായിട്ടുള്ള മരണം എല്ലാം സംഭവിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതേപോലെ തന്നെ പേർഷ്യൻ പതനം, പേർഷ്യൻ സാമ്രാജ്യങ്ങളിലുള്ള നിരവധി പ്രവിശ്യകളുടെ ഇതേ രൂപത്തിലുള്ള പ്രവണതകൾ അടിച്ചൊടുക്കി. അതേപോലെ തന്നെ പിന്നീട് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണുന്നത് അസർബൈജാനിലേക്കുള്ള ഇസ്ലാമിന്റെ പ്രവേശനമാണ്. മുസ്ലിങ്ങൾ അസർബൈജാൻ കീഴടക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അവിടെ അന്ന് ഏറ്റവും വലിയ പ്രമുഖനായിട്ടുള്ള സ്വഹാബിയായിരുന്ന അഷ്അസ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യമാണ് നിരവധി ചെറുത്തുനിൽപ്പുകൾക്ക് ശേഷം അസർബൈജാനെ കീഴടക്കുന്നത്. അപ്പൊ അദ്ദേഹം കീഴടക്കിയതിനു ശേഷം നിരവധി പണ്ഡിതന്മാരെയും പ്രബോധന്മാരെയും എല്ലാം അവിടേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് അദ്ദേഹം ഇസ്ലാം അവിടെ പ്രബോധനം ആരംഭിച്ചു. അപ്പൊ നിരവധി ആളുകൾ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് ആകർഷിച്ച് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങളിലൊന്നും അവിടെയൊന്നും മുസ്ലിങ്ങൾ മതം അടിച്ചേൽപ്പിച്ചിരുന്നില്ല. കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിങ്ങൾക്ക് അവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, അതായത് നികുതി ജിസിയ നൽകിക്കൊണ്ട് അവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾ വകവെച്ചു കൊടുത്തിരുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ അസർബൈജാൻ നോക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ അസർബൈജാനിൽ നമുക്കറിയാം 95% മുസ്ലിങ്ങളും 5% ക്രൈസ്തവരാണ് അവിടെ കാണുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ മതം അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണത്. അത് മാത്രമല്ല, അസർബൈജാൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഈജിപ്ത് കീഴടക്കി. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്ത് നമ്മൾ കീഴടക്കി. ഇപ്പൊ ഇന്ന് ചരിത്രം ഒരുപാട് പിന്നിട്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇന്നും ഈജിപ്തിൽ 10% ക്രൈസ്തവരാണ്, കോപ്റ്റിക് ക്രൈസ്തവരാണ് ഈജിപ്തിലുള്ള 10% ആളുകൾ. അതായത് ഓരോ 10 ഈജിപ്ഷ്യന്മാരിലും ഒരാൾ ക്രൈസ്തവനാണ്. അപ്പൊ മുസ്ലിങ്ങൾ അവിടെ മതം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഇതേ രൂപത്തിൽ 10% ക്രൈസ്തവരുടെ അവശേഷിക്കുക? എന്തിനാണ് ഈജിപ്തിലേക്ക് പോകുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് തന്നെ നമ്മൾ നോക്കുക, ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ നോക്കുക. ഇന്ത്യ നമുക്കറിയാം 1000 വർഷത്തോളം വ്യത്യസ്തരായിട്ടുള്ള മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, മുഗളന്മാരെ പോലെയുള്ള ആളുകൾ. അപ്പൊ ഇന്നും ഇന്ത്യയിൽ നമുക്കറിയാം മുസ്ലിങ്ങൾ വെറും 20% താഴെയാണ് മുസ്ലിങ്ങൾ ഉള്ളത്. ന്യൂനപക്ഷമായിട്ടാണ് മുസ്ലിങ്ങൾ നിലനിൽക്കുന്നത്. അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഒരുപാട് കാലം ഭരിച്ചു. ഇന്നും വിദേശികളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രങ്ങൾ അതെല്ലാം മുസ്ലിങ്ങളുടെ സംഭാവനയാണ്. താജ്മഹലും കുത്തബ് മിനാറുകളെല്ലാം ആ ചരിത്ര അവശേഷിപ്പുകളായിട്ട് അതേ രൂപത്തിൽ അവിടെ തുടരുന്നുണ്ട്. അപ്പൊ ഇതേ രൂപത്തിൽ മുസ്ലിങ്ങൾ എവിടെയും മതം അടിച്ചേൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്നും ഇതേ രൂപത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷമായിട്ട് മുസ്ലിങ്ങൾക്ക് തുടരേണ്ടി വന്നത്. അപ്പൊ ഇതേ രൂപത്തിൽ മുസ്ലിങ്ങൾ എവിടെയും മതം അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള കാരണം ഇസ്ലാമിന്റെ അധ്യാപനമാണ്. മുസ്ലിങ്ങളോട് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് അത് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ എവിടെയും മതം അടിച്ചേൽപ്പിക്കാതിരുന്നത്. അപ്പൊ അസർബൈജാനിൽ ഞാൻ പറഞ്ഞു 95% മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ആരും തെറ്റിദ്ധരിക്കുക. പ്രത്യേകമായിട്ട് ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയുള്ള 95%-ൽ 85% ഷിയാക്കളാണ്. അതുകൂടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ഷിയാ ഭൂരിപക്ഷമുള്ള ലോകത്തെ അത്യപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് അസർബൈജാൻ. അതല്ലാതെ അസർബൈജാൻ അല്ലാതെ നമുക്കറിയാം ഇറാൻ, അതേപോലെ തന്നെ ഇറാഖ്, ബഹ്റൈൻ എല്ലാം ഷിയാ ഭൂരിപക്ഷമുള്ള ലോകത്തിലുള്ള പ്രദേശങ്ങളാണ്.
ന്യൂനപക്ഷങ്ങളായിട്ട് നിരവധി പ്രദേശങ്ങൾ, അതല്ലാതെ ഇപ്പോൾ ലെബനോൻ, സൗദി അറേബ്യയിൽ പോലും, അതായത് ഹമീസ് മുസൈത്ത് പോലെയുള്ള പ്രവിശ്യകളിലെല്ലാം ഷിയ ന്യൂനപക്ഷങ്ങൾ അവിടെയെല്ലാം ജീവിക്കുന്നുണ്ട്. പക്ഷേ രാജ്യങ്ങളിൽ ഒന്നാണ് അസർബൈജാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കീഴടക്കിയ അസർബൈജാൻ പിന്നീട് അങ്ങനെ ഷിയ രാജ്യമായി എന്നുള്ളത് സാന്ദർഭികമായിട്ട് നമ്മൾ പല ആളുകളും സംശയിക്കുന്നുണ്ടാകും. സാന്ദർഭികമായിട്ട് ആ ഒരു ചരിത്രം കൂടെ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം 15-ാം നൂറ്റാണ്ടിൽ ഇറാനികളായിട്ടുള്ള ആളുകൾ അസർബൈജാനെ കീഴടക്കി. അന്ന് ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത് സഫവികളായിരുന്നു. സഫവികൾ എന്നുള്ളത് ഷിയ ഭരണകൂടാണ്. അവരാണ് പിന്നീട് അസർബൈജാനെ ഷിയ രാജ്യമാക്കി മാറ്റിയത്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ, അതുകൂടെ നമ്മൾ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇറാനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഇറാന്റെ ചരിത്രവും അതേ രൂപത്തിലുള്ള മറ്റൊന്നാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് സുന്നി മുസ്ലിങ്ങളുടെ കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കീഴടക്കിയ പേർഷ്യൻ സാമ്രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്നുള്ളത് ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതേ പേരാ, അല്ലെങ്കിൽ ഇറാൻ എന്നുള്ളത് പേർഷ്യൻ സാമ്രാജ്യം തന്നെയാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കീഴടക്കിയ പേർഷ്യൻ സാമ്രാജ്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ് ഇറാൻ. ഇപ്പൊ 800 വർഷത്തോളമുള്ള സുന്നി മുസ്ലിങ്ങളുടെ ചരിത്രം, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നട്ടല്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കേന്ദ്രമായിരുന്നു കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട, ഇന്നും നമ്മൾ പ്രഗത്ഭരായിട്ടുള്ള നിരവധി പണ്ഡിതന്മാരെ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്തത് ഇറാനായിരുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായിട്ട് നമ്മൾ ഗണിക്കപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരി, ആ ബുഖാരിയുടെ ഗ്രന്ഥകർത്താവായ ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇറാനിയായിരുന്നു. അദ്ദേഹം അല്ലെങ്കിൽ ഇറാന്റെ സംഭാവനയാണ്. ബുഖാറ എന്നറിയപ്പെടുന്നത് പുരാതന പേർഷ്യയിൽ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. അദ്ദേഹം മാത്രമല്ല, അതേപോലെ തന്നെ ഇമാം മുസ്ലിം, ഇമാം തുർമുദി, അതേപോലെ തന്നെ ഇമാം ഗസാലി, അതേപോലെ തന്നെ ആധുനിക അറബി ഭാഷയുടെ ഗ്രാമറിന്റെ എല്ലാം പിതാവായിട്ട് അറിയപ്പെടുന്ന സിബവെ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇറാന്റെ സംഭാവനകളാണ്. ഇവരെല്ലാം മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്തത് ഇറാനാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ 800 വർഷക്കാലഘട്ടത്തോളം ഇറാൻ സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് എങ്ങനെ ഇറാൻ ഇന്ന് ഷിയ ഭരണകൂടമായി മാറി, അതും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ സഫവികളാണ്. അതായത് 15-ാം നൂറ്റാണ്ടിൽ സഫവികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഇറാൻ അവർ കീഴടക്കി. ആ സഫവി ഭരണകൂടത്തിന്റെ സ്ഥാപകനായിരുന്ന ഷാ ഇസ്മായിൽ സഫവി, അദ്ദേഹമാണ് ഷാ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം പേർഷ്യൻ ഭാഷയിൽ ഷാ എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഷാ ഇസ്മായിൽ സഫവി എന്നറിയപ്പെടുന്ന ആൾ, യഥാർത്ഥത്തിൽ അദ്ദേഹം വ്യക്തിതലത്തിൽ അദ്ദേഹം സുന്നി വിശ്വാസക്കാരനായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 15-ാം നൂറ്റാണ്ടിൽ അന്ന് മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രബലരായിട്ടുള്ള ശക്തികൾ ഉസ്മാനികളായിരുന്നു, ഓട്ടോമൻ ഖലീഫമാരായിരുന്നു. അപ്പൊ സുന്നി വിശ്വാസപ്രകാരം നമുക്കറിയാം ഒരു സമയത്ത് ഒരു ഖലീഫ മാത്രമേ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് സ്വന്തമായിട്ട് ഖലീഫയാകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ സ്വന്തമായിട്ട് ഖലീഫയാകാനുള്ള അദ്ദേഹത്തിന്റെ മോഹം കാരണം അദ്ദേഹം സുന്നി വിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഷിയാ വിശ്വാസം സ്വീകരിച്ചു. ഷിയാ വിശ്വാസത്തെ സ്വീകരിച്ചിട്ട് അദ്ദേഹം ഇറാനെ ഷിയാ ഭരണകൂടമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാമതായിട്ട് വീണ്ടും ഒരു ഷിയാ ഭരണകൂടം തലപൊക്കുകയാണ്. ആദ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തിൽ ഇതേ രൂപത്തിലുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ ഷിയാ ഭരണകൂടം ആദ്യത്തിൽ ചരിത്രത്തിൽ വരുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിലെ ഫാത്തിമികൾ എന്നറിയപ്പെടുന്ന ഒരു ഷിയാ ഭരണകൂടം നേരത്തെ ഉണ്ടായിരുന്നു. അത് സലാഹുദ്ദീൻ അയ്യൂബി റഹിമുള്ള അദ്ദേഹം ആ ഫാത്തിമി ഭരണകൂടത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഈജിപ്തിനെ സുന്നി ഭരണകൂടമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം പിന്നീട് ചരിത്രത്തിൽ മറ്റൊരു ഷിയ ഭരണകൂടം വരുന്നത് 15-ാം നൂറ്റാണ്ടിൽ ഇറാനിലാണ്. അപ്പൊ അവര് സ്വതന്ത്രമായിട്ട് ഇറാനെ ഒരു ഷിയ ഭരണകൂടമായിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് നമുക്കറിയാം ഉസ്മാനികൾ, അതായത് ഒട്ടോമൻ ഖലീഫമാര് ഈ സഫവികളുമായിട്ട് നിരവധി യുദ്ധം നടത്തേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. പ്രമുഖനായിട്ടുള്ള ഒട്ടോമൻ ഉസ്മാനി ഖലീഫയായിരുന്ന സുലൈമാൻ, അല്ലെങ്കിൽ അറബിയിൽ സുലൈമാൻ അൽ ഖാനൂനി എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ യൂറോപ്യൻ ചരിത്രകാരന്മാർ സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റ് എന്ന് വിളിക്കുന്ന ആ സുലൈമാൻ അൽ ഖാനൂനി സഫവികളുമായിട്ട് ഏറ്റുമുട്ടുന്നതെല്ലാം 15-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ചരിത്രം കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ ഇസ്മായിൽ സഫവി എന്നറിയപ്പെടുന്ന ആള്, അദ്ദേഹം ഷിയാ വിശ്വാസം സ്വീകരിച്ച്
പിന്നീട് ഇറാനിലുള്ള സുന്നികളിലേക്ക് അദ്ദേഹം ഷിയാ വിശ്വാസത്തെ അടിച്ചേൽപ്പിച്ചു. പിന്നീട് തുടർന്ന് വന്ന 100 വർഷക്കാലഘട്ടത്തോളം ഇറാനിലുള്ള സുന്നികൾക്കെതിരെ അദ്ദേഹം അതിശക്തമായിട്ടുള്ള പീഡനങ്ങളാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അവിടെ ഉണ്ടായിരുന്ന നിരവധി സുന്നി പണ്ഡിതന്മാർ അദ്ദേഹം വധിച്ചു. അതുമാത്രമല്ല, സുന്നി ആദർശങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അവർ പൂട്ടിച്ചു. സുന്നി പാഠ്യ പദ്ധതികളെല്ലാം വിലക്കിയിട്ട് ഈ ഷിയാ വിശ്വാസം അവരിലേക്ക് അടിച്ചേൽപ്പിച്ചു. ഷിയാ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾക്ക് നിരവധി സമ്മാനങ്ങളും അതേ രൂപത്തിലുള്ള നിരവധി ഓഫറുകളെല്ലാം അദ്ദേഹം നൽകി ക്രമേണ ഇറാൻ പൂർണ്ണമായിട്ടും അവർ ഷിയാവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഇന്നും ഇറാനിൽ ചെറിയൊരു ന്യൂനപക്ഷം 10%-ലധികം സുന്നികൾ ഇന്നും ഇറാനിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ചരിത്രത്തിലുടനീളം ഇറാൻ എന്നുള്ളത് സുന്നി മുസ്ലിങ്ങളുടെ പ്രദേശമായിരുന്നു. അടുത്ത കാലത്ത്, അതായത് 300-400 വർഷങ്ങൾക്ക് മുമ്പാണ് അത് പിന്നീട് ഷിയാ ഭരണകൂടമായിട്ട് മാറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിലുടനീളം നമ്മൾ ഈ ഷിയായിസം എന്നുള്ളത് ഇറാഖുമായിട്ട് അല്ലെങ്കിൽ ഇറാഖിലെ കൂഫയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു ഇറാഖി പ്രതിഭാസമായിരുന്നു. പിന്നീട് അത് ഇറാനിലേക്ക് എത്തുന്നത് അടുത്ത കാലഘട്ടത്തിലാണെന്ന് കൂടെ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അസർബൈജാൻ നമ്മൾ കീഴടക്കി. അസർബൈജാൻ കീഴടക്കിയ സന്ദർഭത്തിലാണ് പിന്നീട് അതിനെ ഷിയാ പ്രവിശ്യയായിട്ട് മാറിയത്. പിന്നീട് ഇപ്പം ഇന്നും അസർബൈജാനിൽ നമുക്കറിയാം ഇസ്ലാം വളരെ വീക്കാണ്. കാരണം ഈ അസർബൈജാൻ എന്നുള്ളത് USSR അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗമായിരുന്നു. നിരവധി കാലം കമ്മ്യൂണിസ്റ്റുകാരുടെ കീഴിലായിരുന്നു ആ ഒരു പ്രദേശം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ സ്വാധീനമൊക്കെ കാരണം ഇന്നും അവിടെ ഇസ്ലാം വളരെ വീക്കാണ്. 1991 നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്നതിന് ശേഷം 91 അസർബൈജാൻ സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. പിന്നീട് ഇന്ന് സ്വതന്ത്ര രാജ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. ഏതായിരുന്നാലും നമ്മുടെ വിഷയം അസർബൈജാനല്ല, നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അസർബൈജാൻ മുസ്ലിങ്ങളെ കീഴടക്കി. പിന്നീട് നിരവധി സ്ഥാന പ്രവിശ്യകൾ, അതായത് ഇപ്പോൾ നമ്മൾ പിന്നീട് കേൾക്കാറുള്ള തൊബരിസ്ഥാൻ, കിർഗിസ്ഥാൻ, സിജിസ്ഥാൻ, ഖുറസാൻ, അർമീനിയ, ഇതേ രൂപത്തിലുള്ള നിരവധി പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതേപോലെ തന്നെ പിന്നീട് മുസ്ലിങ്ങൾ നേടിയ ഏറ്റവും വലിയൊരു നേട്ടം സൈപ്രസ് അല്ലെങ്കിൽ ഖുബ്റുസ് എന്നറിയപ്പെടുന്ന ആ ദ്വീപിന്റെ അത് ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വന്നതാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നേട്ടം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നമ്മൾ കീഴടക്കിയത്. അതിന്റെ ചരിത്രം വളരെ മനോഹരമാണ്. അത് നമ്മൾ ഒരല്പം വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശ്യാമ മുസ്ലിങ്ങൾ കീഴടക്കിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ സിറിയ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വന്ന സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ ഗവർണറായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നത് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരവധി രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് വളരെ അതിപ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം സിറിയയുടെ ഭരണാധികാരിയായ സന്ദർഭത്തിൽ സിറിയയുടെ സമീപ പ്രദേശത്തുണ്ടായിരുന്ന സൈപ്രസ് ദ്വീപ് അത് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ നേട്ടം അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി. ആ ഒരു ദ്വീപ്, അതായത് സൈപ്രസ് എന്നറിയപ്പെടുന്ന ആ തീരദേശം, അതിന്റെ ഒരു ഭാഗത്ത് ഗ്രീസ്, മറ്റൊരു ഭാഗത്ത് ലെബനോൻ, സിറിയ, അതിനാലെല്ലാം ചുറ്റപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ സൈപ്രസ് എന്നറിയപ്പെടുന്ന ആ പ്രദേശം. അപ്പൊ ആ ദ്വീപ് കീഴടക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നിരവധി മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കും. അതേപോലെ തന്നെ നിരവധി സാധനങ്ങളെല്ലാം കൈമാറാൻ വളരെ എളുപ്പമാണെന്ന് അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സമുദ്രത്തിനാൽ ചുറ്റപ്പെട്ട ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ദ്വീപ് കീഴടക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് നാവികസേന വേണം. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് നാവികസേന ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോമക്കാരെ സംബന്ധിച്ചിടത്തോളം റോമക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അവരുടെ നാവികസേന ആയിരുന്നു. അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് നമുക്ക് നാവികസേന ഇല്ലാത്തതാണെന്ന് പ്രഗത്ഭനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം, നാവികസേന ഉണ്ടാകുമ്പോൾ, കടലിലൂടെയുള്ള നാവികസേന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇപ്പം മരുഭൂമിയിലൂടെയൊക്കെ കൊടും ചൂടിൽ ഒരുപാട് ദിവസം യാത്ര ചെയ്ത് സാധനങ്ങളൊക്കെ കൈമാറുന്ന സന്ദർഭത്തിൽ അത് ഒരുപാട് പ്രയാസമാണ്. നിരവധി ദിവസം യാത്ര ചെയ്യണം. അതേപോലെ തന്നെ ഒട്ടകപ്പുറത്തൊക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ കടലിലൂടെ അതേ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ കടലിൽ നമുക്കറിയാം ഒരുപാട് യാത്ര ചെയ്യേണ്ട, ക്ഷീണം അറിയില്ല. അതേപോലെ തന്നെ നിരവധി സാധനങ്ങൾ കടലിലൂടെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പൊ നാവികസേനയുടെ പ്രസക്തി മുആവിയ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് നന്നായിട്ട് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നാവികസേന വേണമെന്ന് അദ്ദേഹം ചിന്തിച്ചു.
അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. ആ കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് സാന്ദർഭികമായിട്ട് ഞാനിവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഈ ഒരു ഹദീസ് നമ്മൾ പറയപ്പെടുന്ന ചരിത്രത്തിന് ആവശ്യമുള്ളതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹദീസ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഉദ്ധരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസിൽ നമ്മൾ കാണുന്ന മനോഹരമായിട്ടൊരു ഹദീസ്. ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരിക്കൽ ഉച്ച സമയത്ത് പോയി. അപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ എന്നുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. ഈ ഒരു കാര്യത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇജ്മാ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ പല സന്ദർഭത്തിലും സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ച സമയത്ത് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം നമുക്കറിയാം കൈലൂല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിടന്ന സന്ദർഭത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവര് പ്രവാചകന്റെ മുടി ഇങ്ങനെ ചീകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ സന്ദർഭത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ എന്തിനാണ് താങ്കൾ ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും താങ്കളെ ചിരിക്കുന്നവനാക്കി നിലനിർത്തട്ടെ, എന്താണ് താങ്കൾ ഇതേ രൂപത്തിൽ ചിരിക്കാനുള്ള കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അനുയായികളിൽപ്പെട്ട ചില ആളുകൾ അവർ കടലിലൂടെ സഞ്ചരിച്ച് ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതായത് ചിരിക്കാൻ വകുപ്പുള്ള ഒരു കാര്യമാണത്. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടൽ എന്നുള്ളത് വലിയ ഭയമായിരുന്നു. അപ്പൊ ഇതേ രൂപത്തിൽ മുസ്ലിങ്ങൾ കടലിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിരി വന്നു. അത്രയും അസംഭവ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അതിനെ അവർ കണക്കാക്കിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത്. അപ്പൊ ഇത് കേട്ട ഉടൻ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ആ വാക്കുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവര് ഉടൻ തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ് അദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ ആയിട്ടുള്ള ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, പ്രവാചകരെ ആ സംഘത്തിൽ ഞാനും ഉൾപ്പെടണമേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പൊ അവര് മറ്റൊന്നുമല്ല ചിന്തിക്കുന്നത്, എന്തെങ്കിലും ഒരു നന്മ കണ്ടാൽ ഉടൻ തന്നെ അതിൽ ഞാനുണ്ടാകണം. ആ രൂപത്തിലാണ് സ്വഹാബത്ത് ചിന്തിച്ചത്. എങ്ങനെയാണ് സ്ത്രീ യുദ്ധത്തിൽ പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്കതിൽ പങ്കെടുക്കുക, അതൊന്നും അവർ ചിന്തിച്ചില്ല. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്ന സന്ദർഭത്തിൽ അത് ഉടനെ അത് ചാടിപ്പിടിക്കാനുള്ള അതേ രൂപത്തിലുള്ള ഒരു മനസ്സായിരുന്നു സ്വഹാബത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ, ഇപ്പൊ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ യാതൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉടൻ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്, പ്രമുഖരായിട്ടുള്ള സ്വഹാബികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടെ എല്ലാം ഇരിക്കുന്ന സന്ദർഭത്തിൽ വളരെ അറിയപ്പെടാത്തൊരു സ്വഹാബി, ആ സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ ഞാൻ അതിൽ ഉൾപ്പെടാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരൊന്നും എഴുന്നേൽക്കാതെ ഞാനെങ്ങനെ എഴുന്നേൽക്കുക, അതല്ല ചിന്തിക്കുന്നത്. ആ സ്വഹാബി ഉടനെ എഴുന്നേറ്റുകൊണ്ട് പറയുന്നത്, പ്രവാചകരെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണമെന്നാണ് ആ സ്വഹാബി പറയുന്നത്. ഉക്കാശ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അതിലുണ്ട്. രണ്ടാമതായി പിന്നെ അത് കഴിഞ്ഞ ഉടൻ മറ്റൊരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബക്കക ബിഹാ ഉക്കാശ, താങ്കളെ ഉക്കാശ മറികടന്ന്, അതായത് ഒരു ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു. അതായത് നന്മയിലേക്കുള്ള മുന്നേറാനുള്ള ആ ഒരു അവരുടെ പ്രവണതയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം സൈന്യം, ഒരു നാവികസേന ജിഹാദിന് പുറപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഉടൻ ആ സ്വഹാബി വനിത ചോദിക്കുന്നത്, പ്രവാചകരെ ആ സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതി മിൻഹും, നീ അതിലുണ്ടാകും, ആ സംഘത്തിലുണ്ടാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉറങ്ങുന്നു. ഉറങ്ങിയതിന് ശേഷം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോൾ അതേ സന്ദർഭത്തിൽ അവർ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, അമാ യുളഹിക്കുക യാ റസൂലല്ലാഹ്, എന്തിനാണ് താങ്കൾ വീണ്ടും ചിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ രൂപത്തിൽ മറ്റൊരു വിഭാഗവും കടലിലൂടെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു.
അപ്പോൾ വീണ്ടും ഉടൻ ആ ഒരു ഉമർ റളിയല്ലാഹു അൻഹു അവർ വീണ്ടും അതേ ചോദ്യം പറയുന്നത്, അല്ലാഹ അൻ യജഅലനി മിൻഹും, പ്രവാചകരെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ വിഭാഗത്തിൽ നീ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 2 വിഭാഗത്തിലും ഉൾപ്പെടാൻ സാധ്യമല്ല. അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ മറുപടി. ഈ ഹദീസ് നിങ്ങൾ സാന്ദർഭികമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. ഈ സൈപ്രസിന്റെ ചരിത്രം അവസാനമാകുന്ന സന്ദർഭത്തിൽ എന്തിനാണ് ഞാൻ ഹദീസ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ആ ഒരു പ്രദേശം കീഴടക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. കത്തെഴുതിയ സന്ദർഭത്തിൽ അദ്ദേഹം കത്തിൽ പറഞ്ഞത് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരപ്രദേശമാണ്, അത് നമ്മൾ കീഴടക്കണം, കീഴടക്കിയാൽ മാത്രമേ നമ്മൾ സുരക്ഷിതരായിട്ടുള്ളൂ. കാരണം ഈ റോമൻ ചക്രവർത്തിക്കെല്ലാം നാവികസേനയുണ്ട്. അപ്പോൾ അവർ കടൽ മാർഗം വന്ന് ഏത് സന്ദർഭത്തിലും നമ്മളെ ആക്രമിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സുരക്ഷിതരായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു തീരപ്രദേശം നമ്മൾ കീഴടക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കത്ത് ലഭിച്ച ഉടൻ അതിലൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം കടലിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു രംഗത്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു സ്വഹാബിക്ക് ആ കത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫോർവേഡ് ചെയ്യാണ്. ആരായിരുന്നു ആ സ്വഹാബി? നമുക്കറിയാം, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അംർ ബിൻ ആസ് നമുക്കറിയാം, അദ്ദേഹം നിരവധി പ്രവിശ്യകളിലേക്ക് അംബാസിഡർ ആയിട്ടെല്ലാം പോയി, അദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇസ്ലാമിന്റെ മുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം, ആദ്യത്തെ ഹിജറ മുസ്ലിങ്ങൾ അബിസീനിയയിലേക്ക് പോയ സന്ദർഭത്തിൽ ഖുറൈശികൾ നജ്ജാശിയോട് സംസാരിക്കാനെല്ലാം പറഞ്ഞയച്ച വ്യക്തി അംർ ബിൻ ആസ് ആയിരുന്നു. നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പം ഇതേ രൂപത്തിൽ മക്കൾക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം പോയിട്ടുള്ള ഒരു പരിശീലനം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അപ്പം അതുകൊണ്ട് തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് ആ കത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഇതിലൊരു തീരുമാനം ഞാൻ എടുക്കുക, താങ്കൾ എന്നെ സഹായിക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഗവർണറാണ്. അപ്പോൾ അദ്ദേഹം ഈ കത്ത് വായിച്ചിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തുകൊണ്ട് തിരിച്ചെഴുതി. അദ്ദേഹം തിരിച്ചെഴുതിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, കടലെന്ന് വെച്ചാൽ അത് ഭയാനകമാണ്, വളരെ ഭീകരമായിട്ടുള്ളൊരു സാധനമാണ് കടൽ. അതിലുള്ള വലിയ തിരമാലകൾ ആരെയും പേടിപ്പെടുത്തുന്നതാണ്. അതായത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, ഒരു കൊള്ളിക്കഷ്ണത്തിൽ ഇരിക്കുന്ന ഒരു പുഴുവിനെ പോലെയാണ് കടലിലൂടെ കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. ആ കൊള്ളിക്കഷ്ണം എങ്ങാനും ഒരല്പം ചെരിഞ്ഞാൽ അതിലുള്ള ആളുകളെല്ലാം കടലിൽ മുങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ അതിഭയാനകരാണ് കടലെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തിരിച്ചെഴുതിയത്. പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണത്. അതായത് അദ്ദേഹത്തിന് അതേ രൂപത്തിലാണ് തോന്നിയത്. കടൽ എന്നുള്ളത് ഭയാനകമാണെന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. ആ അനുഭവം സത്യസന്ധമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കത്ത് ലഭിച്ച സന്ദർഭത്തിൽ കടലിനെ സംബന്ധിച്ച് ഭീകര രൂപത്തിലുള്ള വിവരണങ്ങളുള്ള ആ ഒരു കത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ലഭിച്ച ഉടൻ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലൊരു തീരുമാനം എടുത്തുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി എഴുതിയ സന്ദർഭത്തിൽ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൽ പ്രത്യേകം എഴുതി, ഇതേ രൂപത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് താങ്കളും പിന്മാറണം. കാരണം ഒരു മുസ്ലിമിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നതാണ് റോമാ സാമ്രാജ്യം മുഴുവൻ കീഴടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യമായിട്ട് ഇനി മേലാൽ എന്നെ സമീപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് മറുപടി എഴുതിയത്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു തൽക്കാലം അതവിടെ മാറ്റിവെച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും ആ സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും കത്തെഴുതി. അപ്പോൾ കത്ത് ലഭിച്ച ഉടൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ആദ്യം എഴുതിയ കത്തുണ്ടല്ലോ, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് താങ്കൾ എഴുതിയ ആ കത്ത് ഉമർ വായിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തുണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ന് എന്ത് തീരുമാനമാണോ എടുത്തത് അതേ തീരുമാനമാണ് എനിക്കുള്ളത്. താങ്കൾ ദയവേത് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറണം. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് വിട്ടില്ല. അദ്ദേഹം വീണ്ടും കത്തെഴുതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം
അത്ര പരുഷ സ്വഭാവിയല്ല. അതായത് അദ്ദേഹം വളരെ സോഫ്റ്റാണ്. അതേപോലെ തന്നെ അതിനേക്കാളെല്ലാം ഉപരി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു കൂടെയാണ്. അപ്പൊ ഈ ഒരു പരിഗണന എല്ലാം വെച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു രണ്ടാമതൊരു കത്ത് എഴുതി. ആ കത്തിൽ ഈ സൈപ്രസ് എന്നറിയപ്പെടുന്ന തീരദേശം മുസ്ലിങ്ങൾക്ക് ലഭിച്ചാലുള്ള ഗുണങ്ങളെല്ലാം അദ്ദേഹം അക്കമിട്ട് ഓരോന്നായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ഒരു കത്ത് വായിച്ച സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, എങ്കിലും കാര്യമൊക്കെ മനസ്സിലായി, പക്ഷേ എന്നാലും മുസ്ലിങ്ങളുടെ ജീവൻ അത് ഭീഷണിയാകുമെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ ഭയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു മറുപടി എഴുതിയ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് അതിനുള്ള അനുമതി നൽകാം, പക്ഷേ ഒരു കണ്ടീഷനോട് കൂടെയാണ് അദ്ദേഹം അനുമതി നൽകിയത്. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതേ രൂപത്തിൽ ആ സൈപ്രസ് ദ്വീപ് കീഴടക്കാൻ നിങ്ങൾ കടൽ മാർഗം നാവികസേനയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം സ്വന്തം ഭാര്യമാരെ കൂടെ നിങ്ങൾ കൂടെ കൂട്ടണം. എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം 100% യാത്ര സേഫ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഭാര്യമാരൊക്കെ കൂടെ കൂട്ടുകയുള്ളൂ. അതായത് ഇന്നത്തെ പോലെ ഒന്നുമല്ല. അതായത് 100% സേഫാണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യമാരൊക്കെ അവർ കൂട്ടുള്ളൂ. അപ്പൊ ഇതേ രൂപത്തിൽ 100% അത് സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതേ രൂപത്തിലുള്ള ഒരു കണ്ടീഷൻ വെച്ചത്. മാത്രമല്ല അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ സൈന്യത്തിലേക്ക് വരുന്ന ആളുകളെ മാത്രം എടുത്താൽ മതി, ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തരുതെന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു മറുപടിയിൽ സൂചിപ്പിച്ചു. അങ്ങനെ ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്കൊരു നാവികസേന ഉണ്ടാവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അക്ക എന്നറിയപ്പെടുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലുള്ള ആളുകളുടെ സഹായത്താൽ ആദ്യത്തെ ഒരു കപ്പൽ നിർമ്മിക്കാൻ മുസ്ലിങ്ങൾ ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കുന്നു. ആ കപ്പൽ ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പിന്നീട് മുസ്ലിങ്ങൾ ആ ഒരു മേഖലയിൽ ഏറ്റവും വലിയ വിദഗ്ധരായിട്ട് മാറി. കപ്പലും നാവികസേനയിലൊക്കെ പിന്നീട് മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, കുഞ്ഞാലി മരക്കാന്മാരൊക്കെ യഥാർത്ഥത്തിൽ ഈ കപ്പൽ നിർമ്മാണം അല്ലെങ്കിൽ നാവികസേനയിലെ വിദഗ്ധരായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം തുടക്കമാണ് ഈ പറയുന്നത്. അപ്പം ആദ്യത്തെ നാവികസേനയുമായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു സൈപ്രസ് കീഴടക്കാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സൈന്യത്തിൽ പ്രഗത്ഭരായിട്ടുള്ള നിരവധി സ്വഹാബികൾ, അബൂദർദാ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അതോടൊപ്പം മറ്റൊരു സ്വഹാബി ഉണ്ടായിരുന്നു, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. ആരാണ് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു? അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ ഉമ്മു ഹറാം ബിൻതി മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ആ സൈന്യത്തിലുണ്ടായിരുന്നു. അപ്പൊ സൈന്യത്തിൽ പോകുന്ന ആളുകൾ ഭാര്യമാരെ കൂട്ടണമെന്നുള്ളൊരു കണ്ടീഷൻ ഖലീഫ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകം നമ്മൾ ഓർക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവും മറ്റുള്ള ആളുകളെല്ലാം അവരുടെ ഭാര്യമാരെ കൂട്ടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയെയും കപ്പലിലേക്ക് കയറ്റി. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസാണ്. അങ്ങനെ അവര് ആ സൈപ്രസ് ദ്വീപിലേക്ക് എത്തുന്ന സൈപ്രസ് ദ്വീപിനെ ലക്ഷ്യമായിട്ട് അവർ കടലിലൂടെ സഞ്ചരിച്ച് അവസാനം സൈപ്രസ് ദ്വീപിലെത്തി അവർ ആ കപ്പലിൽ നിന്നും കരയിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഇരുന്ന അവരുടെ കുതിര ശക്തമായിട്ടൊന്ന് കുതറി. ഒരുപക്ഷെ ഒരുപാട് നേരം കടലിലൂടെയുള്ള യാത്ര കാരണം എന്തോ ആയിരിക്കാം, കുതിരക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വന്നിട്ട് കുതിര ശക്തമായിട്ട് കുതറിയ സന്ദർഭത്തിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവര് കുതിരയുടെ മേത്തുനിന്നും തെറിച്ചു വീണു. അവരുടെ തല ഒരു പാറയിൽ അടിച്ച് അവർ അവിടെ വീണു. അവിടെ വെച്ചുകൊണ്ട് തന്നെ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ മരണപ്പെടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അവിടെ തന്നെയാണ് അവരെ ഖബറടക്കിയത്. ഇന്നും സൈപ്രസ് ദ്വീപിൽ അല്ലെങ്കിൽ സൈപ്രസ് പ്രദേശത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ ഖബർ അതേ രൂപത്തിൽ അവിടെ കാണാൻ സാധിക്കും. അവരുടെ പേരിൽ മസ്ജിദ് ഉമ്മു ഹറാം എന്നറിയപ്പെടുന്ന ഒരു പള്ളിയും ആ പ്രദേശത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ആ ഒരു ഹദീസ് ഒന്നുകൂടെ ഓർത്തു വെക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഏത് രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതെന്ന് നോക്കുക. പ്രത്യേകമായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞു, പ്രവാചകരെ ആ സംഘത്തിൽ രണ്ടാമത്തെ സംഘത്തിലും എന്നെ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ സംഘത്തിൽ നീ ഉൾപ്പെട്ടിട്ടുണ്ട്, രണ്ടിലും ഉൾപ്പെടുക സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് രണ്ടിലും ഉൾപ്പെടുക സാധ്യമല്ല പറഞ്ഞതെന്ന് കൃത്യമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം
ആദ്യത്തെ ആ സംഘത്തിൽ തന്നെ അവർ മരണപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായിട്ട് ഭാവിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരു സ്രോതസ്സിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന് പ്രത്യക്ഷ വളരെ നിരവധി തെളിവുകൾക്കിടയിൽ ഒരു തെളിവ് കൂടാണ് ഈ ഒരു സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അപ്പോൾ മുസ്ലിങ്ങൾ ആ സൈപ്രസ് ദ്വീപ് കീഴടക്കി. അപ്പോൾ ആദ്യമായിട്ടൊരു നാവിക സേന ഉണ്ടാകുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സൈപ്രസ് കീഴടക്കിയത് റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ അസ്വസ്ഥരാക്കി. കാരണം റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു സൈപ്രസ്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ നാവിക സേനയെ തകർക്കാൻ റോമക്കാർ തീരുമാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റോമൻ നാവികസേനയിലുള്ള ആളുകൾ അവർ ശക്തമായിട്ടുള്ളൊരു സംഘത്തെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി അവർ ഒരുക്കുകയാണ്. വലിയൊരു നാവികസേന അവരുണ്ടാക്കി. അവന്റെ തലവനായിട്ട് അവർ തെരഞ്ഞെടുത്തത് ഹിറാക്ലിയസിന്റെ മകനായിരുന്ന കോൺസ്റ്റാൻസ് എന്നറിയപ്പെടുന്ന ഒരാളെയാണ്. അതായത് ആ ഹിറാക്ലിയസിന്റെ മകൻ തന്നെയായിരുന്നു ആ സൈന്യത്തിന്റെ നായകൻ. 600ഓളം കപ്പലുമായിട്ട് അവര് മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി വരികയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, അതായത് മുസ്ലിങ്ങൾ നാവികസേന ഉണ്ടാക്കിയിട്ടുള്ളൂ. അതായത് മുസ്ലിങ്ങൾ ആ മേഖലയിൽ വളരെ പുതിയ ആളുകളാണ്. അപ്പൊ അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് 600ഓളം കപ്പലുമായിട്ട് റോമക്കാർ ഒരു വലിയ നാവികസേനയുമായിട്ട് കടലിലൂടെ വരുന്നത്. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഈജിപ്തിലെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹിബ്നു സബഇന്റെ നേതൃത്വത്തിൽ വെറും 200 കപ്പലുമായിട്ട് റോമൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി എത്തുകയാണ്. അങ്ങനെ അവസാനം അലക്സാണ്ട്രിയക്ക് അടുത്തുള്ള ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ വൈകുന്നേരം നങ്കൂരമിടുകയാണ് കപ്പല്. അതേ രാത്രി തന്നെ റോമൻ സൈന്യവും അവിടെ എത്തിച്ചേർന്നു. പിറ്റേന്ന് രാവിലെയാണ് യുദ്ധം അരങ്ങേറുന്നത്. അപ്പൊ അന്നത്തെ രാത്രി റോമൻ സൈന്യത്തിലുള്ള ആളുകൾ മദ്യപിച്ച് ആടിപ്പാടി കൂത്താടിയിട്ടാണ് രാത്രി കഴിച്ചു കൂട്ടിയത്. അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിം ടെന്റുകളിൽ രാത്രിയുടനീളം നമസ്കാരവും പരിശുദ്ധ ഖുർആന്റെ പാരായണമെല്ലാമായിരുന്നു നടന്നത്. കാരണം അവർക്കറിയാം രാത്രിയിലുള്ള ആ ഒരു സന്ദർഭം, ആ പ്രാർത്ഥനയാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് മുസ്ലിം സൈന്യത്തിലുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നു. രാത്രിയിലുടനീളം നമസ്കാരവും പ്രാർത്ഥനയുമെല്ലാമായിട്ട് കഴിച്ചുകൂട്ടി. പ്രഭാത സന്ദർഭത്തിൽ ആദ്യം യുദ്ധത്തിന് അരങ്ങേറുകയാണ്. അപ്പൊ ഈ പ്രഭാതമായ സന്ദർഭത്തിൽ മുസ്ലിം സേന നങ്കൂരമിട്ട ആ ഒരു സ്ഥലത്ത് അതിശക്തമായിട്ടുള്ള കാറ്റടിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം, കാറ്റടിക്കുന്ന സന്ദർഭത്തിൽ കപ്പലുകളുടെ നീക്കത്തിന് അത് പ്രതികൂലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം സൈന്യാധിപനായിരുന്ന അബ്ദുല്ലാഹിബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റോമൻ സൈന്യാധിപനായിരുന്ന അതായത് ഹിറാക്ലിയസിന്റെ മകനായ കോൺസ്റ്റൻസിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് കരയിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യാം. കാരണം ഈ രൂപത്തിലുള്ള കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരായ രൂപത്തിൽ റോമൻ സൈന്യത്തിന്റെ ആ ഭാഗത്ത് കാറ്റില്ല, പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ മുസ്ലിം സൈന്യങ്ങൾ പറഞ്ഞു, നമുക്ക് വിരോധമല്ലെങ്കിൽ കരയിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യാം. കാരണം ഈ രൂപത്തിലുള്ള ഒരു കാറ്റടിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ കരയിൽ മിടുക്കനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ റോമക്കാർ അതിന് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, യുദ്ധം ചെയ്യുകയാണെങ്കിൽ കടലിൽ വെച്ച് തന്നെ യുദ്ധം ചെയ്യണമെന്ന് അവർ ചടിച്ചു. അവർ അതേ രൂപത്തിൽ വാശി പിടിച്ച സന്ദർഭത്തിൽ ഒന്നും നോക്കാതെ അള്ളാഹുവിൽ തവക്കുൽ ഏൽപ്പിച്ചുകൊണ്ട് മുസ്ലിം സൈന്യാധിപനായിരുന്ന അബ്ദുല്ലാഹിബ്നു സബ തന്റെ സൈന്യത്തിന് യുദ്ധത്തിനുള്ള നിർദ്ദേശം നൽകുകയാണ്. പിന്നീട് ഘോരമായിട്ടുള്ള സംഘട്ടനാണ് അവിടെ നടന്നത്. മുസ്ലിങ്ങൾ കടലിൽ വെച്ചിട്ടുള്ള ആദ്യ യുദ്ധം കൂടെയാണത്, പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ മുസ്ലിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ കപ്പലുകളൊക്കെ പരസ്പരം കൂട്ടിക്കെട്ടിയിട്ട് ശത്രുക്കൾക്കെതിരെ വമ്പിച്ച മുന്നേറ്റം നടത്തി അവസാനം റോമക്കാർ ആ യുദ്ധത്തിൽ പരാജയം സമ്മതിച്ചുകൊണ്ട് അവസാനം പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു പ്രസിദ്ധ യുദ്ധം ചരിത്രത്തിൽ ഗസ്വത്തു ദാത്തു സവാരി, അല്ലെങ്കിൽ യൂറോപ്യൻ ചരിത്രകാരന്മാരെല്ലാം ബാറ്റിൽ ഓഫ് മാസ്റ്റ്സ് എന്ന പേരിലാണ് ഈ ഒരു യുദ്ധം അറിയപ്പെടുന്നത്. അതായത് ധാതു സിവാരി എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. അതായത് കപ്പലുകളൊക്കെ, സിവാരി എന്ന് വെച്ചാൽ പായക്കപ്പൽ എന്നാണ് അർത്ഥം. അതായത് കപ്പലുകൾ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു പേരിൽ അത് അറിയപ്പെടുന്നത്. യൂറോപ്യൻ ചരിത്രകാരന്മാർ അതിനെ രണ്ടാം യർമൂക്ക് യുദ്ധമെന്നും വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതേ രൂപത്തിലാണ് ഇതേ രൂപത്തിൽ ഉള്ള യുദ്ധങ്ങളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നമുക്ക് ലഭിച്ച ഈജിപ്ത്, ആ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായിട്ടുള്ള അലക്സാണ്ട്രിയ
റോമക്കാർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തിരിച്ചു പിടിക്കുന്നുണ്ട്. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വീണ്ടും അവരിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതായിട്ടുള്ള ചരിത്രമെല്ലാം ആ ഒരു സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങളുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നിരവധി ഭരണ നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്തു പറയുന്നില്ല. ഇപ്പൊ നിരവധി പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വന്നുകൊണ്ട് തന്നെ നിരവധി രാജ്യത്തിന്റെ നികുതി വരുമാനം അല്ലെങ്കിൽ ജിസിയ ആയിട്ട് നിരവധി നികുതി ലഭിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്ത് സാമ്പത്തികമായിട്ട് വലിയൊരു പുരോഗതി കൈവരിക്കാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാധിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹം പണം നൽകുകയും അതായത് രാജ്യത്ത് സാമ്പത്തികമായിട്ട് വലിയൊരു അഭിവൃദ്ധി കൈവരിക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യത്തിൽ മദീനയിൽ ആദ്യത്തെ ട്രഷറി അദ്ദേഹം സ്ഥാപിച്ചു. അതേപോലെ തന്നെ നിരവധി ഇൻഫ്രാസ്ട്രക്ചർ, രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിരവധി മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. നിരവധി പുതിയ റോഡുകൾ, അതേപോലെ തന്നെ 5000-ഓളം പുതിയ പള്ളികൾ അദ്ദേഹം നിർമ്മിച്ചു. അതിനോടൊപ്പം നമുക്കറിയാം മസ്ജിദ് നബവി നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാം വ്യാപിപ്പിച്ചത് കൊണ്ട് തന്നെ ഇസ്ലാം നിരവധി പ്രദേശങ്ങളിൽ എത്തിയതുകൊണ്ട് തന്നെ മസ്ജിദ് നബവി വളരെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മസ്ജിദ് നബവിയുടെ നവീകരണം അദ്ദേഹം നടത്തുകയുണ്ട്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവര് നിരവധി മൺകട്ടകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ മസ്ജിദ് നബവി ഉണ്ടാക്കിയത്. അതെല്ലാം പൊളിച്ച് അത് തടിയും അതേപോലെ തന്നെ കല്ലൊക്കെ വെച്ച് മസ്ജിദ് നബവി ഗംഭീരമായിട്ട് അദ്ദേഹം പുതുക്കി പണിയുകയുണ്ടായി. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലും നിരവധി വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയതായിട്ടെല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതെല്ലാമാണ് നിരവധി പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹമാണ് മുസ്ഹഫ് ഉസ്മാനി എന്നറിയപ്പെടുന്ന ആ പരിശുദ്ധ ഖുർആന്റെ ഏകീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ക്രോഡീകരണമാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ സംഭാവന. അത് ഈ ഒരു വിഷയം നമ്മൾ ഒരല്പം വിശദമായിട്ട് പരിശോധിക്കേണ്ട കാരണം എന്താ വെച്ചാൽ നിരവധി പിൻകാലഘട്ടത്തിൽ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കാര്യം കൂടെയാണ്. ഇന്നും നമുക്കറിയാം ക്രൈസ്തവ മിഷനറിമാരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഭൗതികവാദികളായിട്ടുള്ള ആളുകളെല്ലാം പരിശുദ്ധ ഖുർആന് നേരെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ അല്പം വിശദമായിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം അന്ന് തന്നെ നടന്നിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, യമാമ യുദ്ധത്തിൽ നിരവധി ഹുഫാദുകളായിട്ടുള്ള ആളുകൾ, പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ആളുകളെല്ലാം മരണപ്പെട്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിന്റെ പ്രാധാന്യം ഉണർത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പ്രമുഖരായിട്ടുള്ള എല്ലാ സ്വഹാബിമാരും ജീവിച്ചിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ഉടൻ തന്നെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് ക്രോഡീകരിക്കപ്പെട്ട ആ ഒരു കോപ്പി അത് അവർ കൈമാറിയത്, അത് അവിടെ സൂക്ഷിച്ചിരുന്നു. അത് പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആ പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് അവർ ക്രോഡീകരിച്ച കോപ്പി അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം നിരവധി പ്രദേശങ്ങളിലേക്കെല്ലാം വ്യാപിച്ചു. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് കടലാസൊന്നുമില്ല. കാരണം അത് മാത്രമല്ല, അറബിക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അറബി ലിപി 100% അത് രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ. അപ്പൊ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ പ്രധാനമായിട്ടും കൈമാറിയത് സംസാര രൂപത്തിലാണ്. അപ്പൊ സംസാര രൂപത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കും, അയാൾ ആ കേട്ട രൂപത്തിൽ അയാൾ അത് പഠിക്കും. എഴുതാൻ അറിയുന്ന ആളുകൾ എഴുതി വെക്കുകയും ചെയ്യും. അപ്പൊ അറബി ഭാഷ എന്നുള്ളപ്പോൾ നമുക്കറിയാം, അറബി ഭാഷ ആ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഓരോ ഗോത്രക്കാർക്കും ഓരോ ശൈലിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പം അറബ് ലോകത്തുള്ള ഓരോ രാജ്യക്കാർ അറബി സംസാരിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. അറബി പോട്ടപ്പോൾ നമ്മുടെ ഭാഷ എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെ മലയാളം എഴുതുന്നത് ഒരു രൂപത്തിലും, അതേ സന്ദർഭത്തിൽ കേരളത്തിലുള്ള ഓരോ ജില്ലയിലുള്ള ആളുകളും ഓരോ ശൈലിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എന്താ എന്നുള്ള ഒരു പദം, ആ എന്താ എന്നുള്ള പദം കോഴിക്കോട്ടുകാർ പറയുന്നത് മറ്റൊരു രൂപത്തിലാണ്, മലപ്പുറത്തുകാരും പറയുന്നത് മറ്റൊരു രൂപത്തിലാണ്. അപ്പോൾ എഴുത്ത് എന്നുള്ളത് പോലെയല്ല സംസാരം എന്നുള്ളത് വ്യത്യസ്ത രൂപത്തിലാണ്. അതായത് ഓരോ ശൈലിയിലാണ് ആളുകൾ സംസാരിക്കുക. അപ്പൊ അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ അന്ന് നിലവിലുണ്ടായിരുന്ന ഓരോ ഗോത്രക്കാരും അവരുടേതായിട്ടുള്ള ശൈലിയിലാണ് പരിശുദ്ധ ഖുർആൻ അവർ കുറിച്ചു വെച്ചത്. അപ്പോൾ ഓരോ ഗോത്രക്കാരും അവരുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. അതായത് മാത്രമല്ല, ഈ ഇസ്ലാം നിരവധി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച സന്ദർഭത്തിൽ നേരാവണ്ണം അറബി അറിയാത്ത ആളുകൾ പോലും
അവരുടേതായിട്ടുള്ള ഭാഷയിൽ നിരവധി തെറ്റുകളോടുകൂടെയാണ് അവർ പരിശുദ്ധ ഖുർആൻ എഴുതിയത്. ഏത് രൂപത്തിലാണ് കേട്ടത്? ആ കേട്ട രൂപത്തിൽ അവരുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി വെച്ചു. ചില ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഖുർആനെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ സ്വഹാബികൾ ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ ഹദീസ് എഴുതുന്ന കൂടെ ഹദീസും ചേർത്ത് എഴുതാനൊക്കെ തുടങ്ങി. അപ്പൊ ഇതേ രൂപത്തിൽ നിരവധി തെറ്റുകളോടെയാണ് പല ആളുകളും പരിശുദ്ധ ഖുർആൻ എഴുതി സൂക്ഷിച്ചത്. അപ്പൊ ഈ രൂപത്തിൽ ആദ്യത്തിൽ ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പിന്നീട് അത് ശ്രദ്ധിക്കാൻ ആസ്പദമായിട്ടൊരു സംഭവം നടക്കുന്നത്, മനോഹരമായിട്ടുള്ളൊരു ഹദീസ്, ആ ഒരു സംഭവം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു പ്രമുഖനായിട്ടുള്ള സ്വഹാബി, അതായത് ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അസർബൈജാനിൽ യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞു അസർബൈജാൻ കീഴടക്കിയത്. അപ്പൊ അസർബൈജാനിൽ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ മുസ്ലിം സൈനിക ക്യാമ്പിൽ അദ്ദേഹത്തിന് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സൈനിക ക്യാമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് വിഭാഗം ആളുകൾ, അതായത് ഇറാഖിൽ നിന്നുള്ള മുസ്ലിങ്ങളും സിറിയയിൽ നിന്നുള്ള മുസ്ലിങ്ങളെല്ലാം അവർ വ്യത്യസ്ത രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് രണ്ടു ആളുകളും രണ്ട് രൂപത്തിലാണ് പാരായണം ചെയ്യുന്നത്. ഓരോ വിഭാഗം ആളുകളും ഞങ്ങളുടെ ഖുർആനാണ് നിങ്ങളെക്കാൾ മികച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം തർക്കിക്കുകയും ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഖുർആൻ പകർത്തിയത് അവരുടേതായിട്ടുള്ള ശൈലിയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വല്ലാതെ നെട്ടി. അദ്ദേഹം ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഉടനെ മദീനയിലേക്ക് അദ്ദേഹം പോയി. കാരണം അതിന്റെ ഗൗരവം അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി. മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം സ്വന്തം വീട്ടിലും കൂടി പോകാതെ നേരെ അദ്ദേഹം ഖലീഫയെ അന്വേഷിച്ച് അദ്ദേഹം നടക്കുന്ന അവസാനം പള്ളിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടുമുട്ടി ഉടനെ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അദ്രിക് ഹാദിഹിൽ ഉമ്മ. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഓ അമീറുൽ മുഅ്മിനീൻ, ഈ സമുദായം അവർ നശിച്ചു തീരുന്നതിന് മുമ്പ് താങ്കൾ അദ്ദേഹത്തെ അവരെ കൈപ്പിടിയിൽ ഒതുക്കുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, എന്താണ് താങ്കൾ പറയുന്നത്? ഏത് വിഷയത്തിലാണ് ഞാൻ കൈപ്പിടിയിൽ ഒതുക്കേണ്ടത്? അപ്പൊ അദ്ദേഹം ഈ ഒരു അനുഭവം പറഞ്ഞു. അതായത് ഇറാഖിലെയും സിറിയയിലെല്ലാം ആളുകൾ അവർ വ്യത്യസ്ത രൂപത്തിലാണ് ഖുർആൻ എഴുതി അവർ പാരായണം ചെയ്യുന്നത്. അപ്പൊ അവർ പരസ്പരം തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ സന്ദർഭത്തിൽ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഇപ്പൊ തന്നെ ഈ രൂപത്തിലാണെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമെന്ന് മനസ്സിലാക്കിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ക്രോഡീകരിച്ച ആ പരിശുദ്ധ ഖുർആന്റെ ആ മാസ്റ്റർ കോപ്പി അഫ്സാർ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരാനാണ് അദ്ദേഹം ആദ്യം കൽപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കൽപ്പന പ്രകാരം ആദ്യമായിട്ട് ക്രോഡീകരിച്ച ആ ഖുർആന്റെ മാസ്റ്റർ കോപ്പി അദ്ദേഹം അവർ കൊണ്ടുവരുന്നു. അപ്പൊ അതിൽ നിന്നും പിന്നീട് നിരവധി കോപ്പികൾ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കൽപ്പന നൽകുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ അതിൽ നിന്നും പകർത്തി എഴുതിയിട്ട് ആ മാസ്റ്റർ കോപ്പിയിൽ നിന്നും വ്യത്യസ്ത പുതിയ പുതിയ കോപ്പികൾ ഉണ്ടാക്കിയിട്ട് അത് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്കെല്ലാം അദ്ദേഹം അയച്ചു. എന്നിട്ട് അദ്ദേഹം പിന്നീട് മാത്രമല്ല, ഈ ആദ്യമായിട്ട് അവർ ക്രോഡീകരിച്ച ആ കോപ്പി ആ പട്ടണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ വെച്ചിട്ട് അദ്ദേഹം ജനങ്ങളോടായിട്ട് പറഞ്ഞു, ഇനി ആർക്കെങ്കിലും ഖുർആന് പകർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഖുർആൻ ആർക്കെങ്കിലും എഴുതിയെടുക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പള്ളിയിൽ വന്നിട്ട് ഈ ഒരു കോപ്പിയിൽ നിന്നും നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചു. അപ്പൊ ഇതാണ് ഇനി ആധികാരികമായിട്ടുള്ള കോപ്പി. ബാക്കി നിങ്ങൾ പ്രൈവറ്റായിട്ട് നിങ്ങൾ എഴുതിയുണ്ടാക്കിയ കോപ്പികളെല്ലാം അതിൽ നിരവധി തെറ്റുകൾ വരുത്തിയിട്ടാണ് അവർ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോപ്പികളെല്ലാം നശിപ്പിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ അത് കാരണമാകും. അവർ തെറ്റായിട്ട് എഴുതി അത് ഒറിജിനൽ കോപ്പിയുമായിട്ട് അത് ബന്ധപ്പെടുത്തി നോക്കുന്ന സന്ദർഭത്തിൽ അത് അബദ്ധമായിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിൽ തെറ്റായിട്ട് എഴുതിയ നിങ്ങളുടെ കോപ്പികളെല്ലാം അത് നശിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് അദ്ദേഹം ഉത്തരവ് നൽകുകയും ചെയ്തു. അപ്പൊ തെറ്റായിട്ട് എഴുതിയ ഖുർആൻ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം നമുക്കെല്ലാവർക്കും അറിയാം, അത് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ കത്തിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു അനാദരവല്ല, മറിച്ച് ഏറ്റവും ആദരവോടുകൂടെ ഖുർആൻ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല രീതിയാണ് കത്തിക്കല്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊരു ഖുർആൻ കേടുവന്ന് അല്ലെങ്കിൽ കീറിയ ഖുർആന്റെ പേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാര് പറയും അത് കത്തിക്കണം എന്ന്. കാരണം അത് കത്തിക്കാതെ നമ്മൾ ഏതെങ്കിലും വേസ്റ്റിലോ മറ്റേലോ കൊണ്ടുപോയിട്ടാൽ അത് ഖുർആനോടുള്ള അനാദരവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ആദരവോടുകൂടെ നശിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താന്ന് വെച്ചാൽ അത് കത്തിക്കലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കത്തിക്കാനുള്ള ഓർഡർ നൽകിയത്. പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രന്ഥം കത്തിക്കുക എന്ന് വെച്ചാൽ അവരുടെ കണ്ണിൽ ഏറ്റവും വലിയൊരു അനാദരവാണ്.
ആ ഗ്രന്ഥത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനാദരവായിട്ടാണ് യൂറോപ്യൻ ആളുകൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വീക്ഷണത്തിൽ ഈ ഒരു സംഭവം എന്നുള്ളത് വലിയൊരു അനാദരവായിട്ട് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അത് വലിയ ആരോപണമായിട്ട് അവർ എടുത്തുന്നയിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കത്തിക്കുക എന്നുള്ളത് ആ ഖുർആന് ചെയ്യുന്ന ഏറ്റവും നല്ല, ഖുർആൻ ആദരവോടുകൂടെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് കത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ കത്തിച്ചു എന്നുള്ള ഒരു ആരോപണം വലിയ സംഭവമായിട്ട് അവർ ഉദ്ധരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അതായത് ജനങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു നടപടി സ്വീകരിച്ചത്. അതല്ലാതെ നിർബന്ധപൂർവം അവരിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ടൊന്നുമല്ല അത് ചെയ്തത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ആരോപണമായിട്ട് പറയുന്നത്. അതായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നത്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ മേലെ വലിയൊരു ആരോപണമായിട്ട് ശത്രുക്കൾ ഉന്നയിക്കുകയും ചെയ്തത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അദ്ദേഹത്തിനെ വധിക്കാമെന്ന ആളുകൾ പ്രധാനപ്പെട്ട നിരവധി ആരോപണങ്ങൾ പറഞ്ഞു. ഒരു ആരോപണത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അവർ പറഞ്ഞത് മുഴുവനും. അതിലൊരു ആരോപണം അദ്ദേഹം ഖുർആൻ കത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആരോപണം പറഞ്ഞു തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ പിന്നീട് വന്ന ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരെ തിരുത്തുന്നതായിട്ടെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ജനങ്ങളെ, നിങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഈ ഉന്നയിക്കുന്ന ഈ ഒരു ആരോപണം ഇനി മേലിൽ നിങ്ങൾ പറയരുത്. കാരണം അദ്ദേഹം അത് സ്വയം ചെയ്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോടെല്ലാം കൂടി ആലോചിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തത്. അതായത് ഖുർആൻ ഇതേ രൂപത്തിൽ ഏകീകരിച്ച് ക്രോഡീകരിക്കണം എന്നുള്ള തീരുമാനം അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് എടുത്തതല്ല. അത് ഞങ്ങളോടെല്ലാവരോടും കൂടി ആലോചിച്ചതിന് ശേഷമാണ് അത് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നോക്കുക. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഭരണാധികാരിയായിട്ട് വരുന്ന സന്ദർഭത്തിൽ അത് ചെയ്യുമായിരുന്നു എന്നാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞതായിട്ടെല്ലാം നമ്മൾ കാണുന്നത്. അപ്പൊ അതൊരു വലിയ സംഭവമല്ല. പക്ഷേ പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ അവർ ആ ആരോപണം ഉന്നയിച്ചു. അത് മാത്രമല്ല, ഇന്നും പല ആളുകളും ഇതേ ആരോപണം, അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഏതായിരുന്നാൽ അതാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തുള്ള ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. ഈ ഖുർആൻ അദ്ദേഹം സ്റ്റാൻഡർഡൈസ് ചെയ്ത്, അതായത് ഒരു ഏകീകരിച്ച ഖുർആന്റെ കോപ്പി അദ്ദേഹം, അതായത് ഖുർആനെ നിരവധി ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള ഇതെല്ലാം മാറ്റി ഖുർആൻ ഏകീകരിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് അറിയപ്പെടുന്നത്. പിന്നീട് നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ 6 വർഷം, സമൃദ്ധമായിട്ടുള്ള 6 വർഷത്തിന് ശേഷം പിന്നീട് നിരവധി കുഴപ്പങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. രാജ്യത്ത് നിരവധി കുഴപ്പങ്ങളുണ്ടായ കാരണമായി തീർന്നു. നമുക്കറിയാവുന്നതാണ്. പ്രധാനമായിട്ടും അബ്ദുല്ലാഹി ഇബ്നു സബ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ജൂതനായിരുന്ന അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെന്ന് കളവ് പറഞ്ഞ് അദ്ദേഹം ഇതേ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ നിരവധി ആരോപണങ്ങൾ മദീനയിലും മറ്റും പ്രചരിപ്പിക്കാൻ തുടങ്ങി. മദീനയിലുള്ള ആളുകൾക്കൊന്നും അദ്ദേഹത്തിന്റെ ആ ആരോപണങ്ങൾ, അവർക്കെല്ലാം അതിന്റെ നിജസ്ഥിതി അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അത് ചെവിക്കൊണ്ടില്ല. പിന്നീട് അദ്ദേഹം മദീനയിൽ നിന്നെല്ലാം മാറി കൂഫയിലേക്കും ഈജിപ്തിലേക്കെല്ലാം പോയി ഇതേ രൂപത്തിലുള്ള നിരവധി ആരോപണങ്ങളെ അവിടെ പ്രചരിപ്പിക്കുകയും നിരവധി ആളുകൾ ആ ആരോപണം കേട്ട് തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തോടൊപ്പം കൂടുകയും പിന്നീട് ഈ കൂടിയ ആളുകളെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അവർ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും അവരുടെ നീക്കങ്ങളും അതെങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതെല്ലാം ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയായിട്ട് പിന്നീട് അടുത്ത ഭാഗത്ത് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രമുഖരായിട്ടുള്ള ഈ ഒരു സ്വഹാബികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والسلام عليكم ورحمة الله.